യൂട്യൂബർ എന്ന് പറയുന്നതൊരു ഒരു മോശ സംഭവമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഈ പുള്ളിയുടെ സംഭവമാണ്, പുള്ളിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ. ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ഒരു ദ വേ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു ഇതുണ്ട്, നമ്മൾ ചെയ്യുന്ന റിസർച്ച് ഉണ്ട്, നമ്മൾ ചെയ്യുന്നൊരു എഫേർട്ട് ഉണ്ട്. ഞാൻ പറയുന്ന ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ പേരാണ് ഈ പറയുന്ന യൂട്യൂബർ എന്ന് പറയുന്ന ടാഗ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയാം. വൈ യു ഹാവ് ടു സേ യൂട്യൂബർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമർ എന്ന് പറയുന്നത് എന്തിനാ? നമുക്കിപ്പോഴും ഇതിൻ്റെ ഒരു ജോലിയായിട്ട് ഒരു മീഡിയയും അല്ലെ ഒരു ബാങ്കും കൺസിഡർ ചെയ്യത്തില്ല. ഈ പറയുന്ന ലോൺ കിട്ടിയൊന്നുമില്ല, പോയി കഴിഞ്ഞാൽ കണ്ടപ്പോഴോടാൻ പറയും. അപ്പോൾ നമ്മൾ മറ്റേ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്ത് മറ്റേ സിബിൽ അക്കൗണ്ട് ആക്കി അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതാണ് പറയുന്നത്, ദിസ് ഈസ് നോട്ട് ഈവൻ എ ജോബ്. കണ്ടിട്ടുണ്ടല്ലേ, പക്ഷെ ലോൺ ഇല്ല കേട്ടോ. നിങ്ങൾ ഭയങ്കര കിടലാണ് ഞാൻ, പക്ഷെ ഇവിടെ ലോൺ കിട്ടൂല. സോ ദാറ്റ് ഈസ് ദേർ. ഓക്കെ. പക്ഷേ ഈ പറഞ്ഞിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ, ടിക്ടോക്കിൽ ഫോളോവേഴ്സ്, ഇതിലെല്ലാം നമ്മളിപ്പം ഒരു ജനറലൈസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ എന്നാണ്. പക്ഷെ സത്യത്തിൽ ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള ടേം നമ്മൾ കുറച്ചും കൂടി ഒന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇഫ് യു ഹാവ് എ ഹ്യൂജ് ഫോളോയിങ് യു ആർ എൻ ഇൻഫ്ലുവൻസർ. ഇപ്പോൾ നടന്മാരെ നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി ഒരു ഇൻഫ്ലുവൻസർ ദേ ആർ ആക്ച്വലി ദേ ആർ ഇഫ് സമ്മൺ ഹു ഇൻഫ്ലുവൻസ് സമ്മൺ ഈസ് എൻ ഇൻഫ്ലുവൻസർ. അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, എനി വൺ വിത്ത് എ സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഈസ് എൻ ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഏതൊരു ടോപ്പ് ഗ്രേഡ് ആക്ടർ വന്നിട്ട് ഒരു സാധനം സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആഡ് ചെയ്യുന്നു, ഇറ്റ്സ് എ സെയിം തിങ്. ദാറ്റ്സ് ദ സെയിം തിങ് വിച്ച് സോഷ്യൽ മീഡിയ ഈസ് ഓൾസോ ഡൂയിങ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ പ്ലാറ്റ്ഫോം വഴി അവരവരെ പ്രോഡക്ട്സിനെ പ്ലേസ് ചെയ്യുകയാണ്. ആൻഡ് സം ക്രിയേറ്റേഴ്സ് ഹെൽപ്പ് ദം ഔട്ട് വിത്ത് ദാറ്റ്, ഇറ്റ്സ് ദെയർ. പക്ഷേ എനിക്കത് ഇവിടെ ഞാൻ വരുന്ന വഴിക്ക് പറയണമെന്നൊരു സംഭവമാണ്. ഇവിടെ ദുബായിൽ ആ ഒരു പ്രൊമോഷൻ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ദർ ഇസ് നോ ക്രിയേറ്റർ. ഐ എം വെരി സോറി ടു സേ ദിസ്. ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്രിയേറ്റർ എന്ന് പറയുന്നത്, ബിക്കോസ് എ ക്രിയേറ്റർ ഇസ് സമ്മൺ നമ്മൾ ആ ചെയ്യുന്ന, അതായത് നമുക്കൊരു നീഷ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ടെക് യൂട്യൂബർ ആണെങ്കിൽ നമ്മൾ ടെക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വി പ്രൊമോട്ട് സംതിങ്. ഇവിടെ ഭയങ്കര പ്രൊമോട്ടേഴ്സ്. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഇത് ദുബായ് വന്നപ്പോൾ എനിക്ക് കാണാം. ഇപ്പം ഇവിടെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത് ദേ ആർ സീയിങ് അസ് ലൈക്ക് എ ടൂൾ. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. മനസ്സിലായില്ലേ? ഐ ഡോണ്ട് ലൈക്ക് വെൻ ആൾക്കാർ ഇങ്ങനെ വന്ന് പറയുക ഇതാണ് സാധനം പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെയല്ല. യു സീ മൈ പേജ്. എൻ്റെ പേജ് എന്ന് പറയുന്നത് മോർ ഫോക്കസ്ഡ് ഓൺ ടെക് ഓർ മേ ബി വാച്ചസ്. എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ എനിക്ക് ചെയ്യാൻ താല്പര്യം. അതായത് നിന്ന് നിപ്പിൽ നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നമ്മളെ പരിപാടി ഇതല്ല. ബിക്കോസ് ഇവിടെ ഉള്ളൊരു മാർക്കറ്റിൽ അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവരെയൊക്കെ ഇതിൽ വ്യൂസ് ഇല്ല എന്ന് ചിലവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വ്യൂസ് വരും? ബിക്കോസ് ആൾക്കാരുടെ മൈൻഡിൽ ഒരു സാധനം കയറിയിട്ടുണ്ട്. നിങ്ങളെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്തോ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അല്ലാതെ ഇവിടെ നിന്ന് നമ്മളൊന്നും ഗെയിൻ ചെയ്യാൻ പോകുന്നില്ല. അവൻ പ്രൊമോട്ടർ ആണ്ടേ ഈ ഒരു സാധനത്തിൽ ഇവർ സ്ക്രോൾ അപ്പ് ചെയ്യും. How are you going to generate views? ആണ്ടിലോ ആവണിക്കോ നിങ്ങൾക്കൊരു 1 million 2 million കിട്ടുമായിരിക്കും. മേ ബി ബിക്കോസ് ഓഫ് സോ ആൻഡ് സോ മേ ബി സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനമാവാം. പക്ഷെ നിങ്ങൾ വന്ന് ഈ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ഒരിക്കലും കയറിപ്പോയില്ല. ബിക്കോസ് യു ആർ ടാഗ്ഡ് ആസ് എ പ്രൊമോട്ടർ. ആൾക്കാർക്ക് കാണേണ്ടത് രസകരമായിട്ടുള്ളതും അവർക്ക് ഇൻഫോർമേറ്റീവായിട്ടൊന്നും തോന്നുന്ന സാധനങ്ങളായിരിക്കും. അല്ലെങ്കിൽ യു ഷുഡ് അവരെ അങ്ങനെ മാനിപ്പുലേറ്റ്. ഇപ്പം ബ്രില്യൻ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഖാലിദ് അമീർ ഈസ് വൺ ഓഫ് ദി പ്രൈം എക്സാമ്പിൾ. ഹി ഈസ് മേക്കിംഗ് അമേസിംഗ് കോണ്ടന്റ് വിച്ച് ഈസ് പ്രൊമോട്ടിങ് സർട്ടൻ തിങ്സ്. അപ്പോൾ അതാണ് പറയുക, അങ്ങനെ സ്മാർട്ടായിട്ട് ചിന്തിക്കാനെങ്കിലും ശ്രമിക്കുക. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഇത് സൂപ്പറാണ്, ഇത് അടിപൊളിയാണ്. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇത് അടിപൊളിയാണെന്ന് പറയാൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ടെൽ ദം ദർ ജെന്യുവിൻ റിയാക്ഷൻ. ഞാൻ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ഐ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ആൻഡ് ഒരു രീതിയിൽ. ഇപ്പോൾ ചിലവരൊക്കെ ഇപ്പോൾ മറ്റേ ഈ ഏതോ ട്രേഡിങ്ങിൻ്റെ ആപ്പ്, ഇഫ് യു ഡോണ്ട് നോ ട്രേഡിങ് ദെൻ ഡോണ്ട് പ്രൊമോട്ട് ദാറ്റ്. യെസ്, എന്തും കാശ് കിട്ടിയാൽ ചെയ്യാൻ ഒരിക്കലും ചെയ്യരുത്. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആസ് എൻ ഇൻഫ്ലുവൻസർ, ആസ് എ സോഷ്യൽ മീഡിയ ക്രിയേറ്റർ, വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ദ പബ്ലിക്. എന്തും കാശിന് ചെയ്യാന്നുള്ള പരിപാടി എടുക്കരുത്. അത് ഏത് പേഴ്സണലായിട്ടുള്ളത് അവരിഷ്ടമാണ്, അവർക്ക് അത് ചെയ്യണോ വേണ്ടത്. പക്ഷേ എൻ്റെ ഇതിൽ ഒരിക്കലും അത് ചെയ്യരുത്. നമ്മുടെ ആൾക്കാരുടെ കാശ് എന്ന് പറയുന്നത് എത്ര കഷ്ടപ്പെട്ടുണ്ടാകും. കഷ്ടപ്പെട്ടുണ്ടാകുന്ന
സംഭവമാണ്. അത് നമ്മൾ അത് മനസ്സിലാക്കിയേ ഏതൊരു സാധനവും നമ്മുടെ പേജിലിടാവും. നമുക്കൊരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് വേണം. ഡെഫിനറ്റ്ലി. എങ്ങനെ ഈ ഓരോ പ്രൊഡക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പ്രൊഡക്റ്റിന് റിവ്യൂ പറയുന്നതിന് മുൻപായിട്ട് എങ്ങനെയാണ് ഷസാമിൻ്റെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ എങ്ങനെയാണ്? എനിക്ക് ടീമുണ്ട്. ആ ടീമിൻ്റെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ഓർഡർ വന്നിട്ടുണ്ട്. ലൈക്ക് ഈമാതിരി ട്രേഡിങ്, ഗാംബ്ലിങ് പരിപാടി, കളികൾ ഒന്നും ഒരു രക്ഷയില്ല. എന്തെങ്കിലും വന്നാൽ തന്നെ ഞാൻ പറയും എനിത്തിങ് വിച്ച് ഹാസ് എ മോണിറ്ററി ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാൻ പറയും നോ, ഒരു രക്ഷയില്ല, അത് വേണ്ട. നമുക്കൊരു ഫോണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇത് കൊള്ളാം എന്ന് പറയുന്നത് പിന്നെയും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു TWS, ഞാൻ മെയിൻലി എന്തെങ്കിലുമൊക്കെ കിട്ടണം വെക്കുന്നത് ഈ മറ്റേ TWSിൽ ചെവി വയ്ക്കുന്ന കുറച്ച് ബ്രാൻഡ്സിൻ്റെ അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പെയ്ഡായിട്ട്. ഒന്നുമില്ല. ഷസാം യഥാർത്ഥത്തിൽ ശരിക്കും എക്സ്ട്രോവേർട്ട് ആണോ അതോ ഇൻട്രോവേർട്ട് ആണോ? ഏറ്റവും തടുക്കായിട്ട് വരും, ആംബിവേർട്ടായിട്ട് വരും. പക്ഷെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. പക്ഷേ ഐ ഡോണ്ട് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ്. അതിന് രണ്ടും ഇതാണ്. ഇപ്പോൾ ഈ ഫെയിം വന്നതിന് ശേഷം ഞാൻ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ഞാൻ വെളിയിറങ്ങുമ്പോൾ ഞാൻ തടിയനാണെന്ന് പറയുന്ന സാധനം. ബിക്കോസ് എല്ലാവരും എൻ്റെ ഇപ്പം നീ കാണുന്ന അത്രേ കണ്ടിട്ടുള്ളൂ. ഇവർ നേരെ കാണുമ്പോൾ വലിയ പൊക്കവും ഇത്തിരി സൈസൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഇവർ ഈ വന്നിരുന്ന് പറയൂല, എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് ഐ ഡോണ്ട് ലൈക്ക് ടു എൻകൗണ്ടർ പീപ്പിൾ. ചില സമയത്ത് ഞാൻ പൊട്ടിത്തെറിക്കും. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എനിക്ക് ആൾക്കാരത് ദേഷ്യപ്പെടുന്ന പോലത്തെ ഒരു സംഭവം എനിക്ക് ഇഷ്ടമല്ല. ആൻഡ് ദെയർ ആർ സർട്ടൺ ടൈംസ് ഞാൻ ചില ഫോണുകൾ മേടിച്ച് എടുത്ത സെൽഫി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ അങ്ങനെ എനിക്ക് ആ ഒരു കേൾക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകും. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഞാൻ വളരെ എപ്പോഴും വീട്ടിൽ ഇരിക്കുക, ആവശ്യത്തിന് മാത്രം വെളിയിറങ്ങുക എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, പക്ഷെ ഒന്ന് കയറി സെറ്റായി കഴിഞ്ഞാൽ നൈസാണ്. അപ്പം ഷസാം എന്ന വ്യക്തി ആദ്യം കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർട്ട് എന്നുള്ളത് തന്നെയാണോ? അങ്ങനെയാണോ? അതാണോ ഇമേജ്? അതന്നെയാണ് ഇമേജ്. അപ്പോൾ എങ്ങനെ ഈ ഒരു മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഐ ഹാവ് എ തെറപ്പിസ്റ്റ് ആൻഡ് ഐ ഗോ ത്രൂ തെറപ്പി. എപ്പോഴും അല്ല, വെനെവർ ഐ ഫീൽ ലൈക്ക് വെരി ഓവറായിട്ട് നമ്മൾ എക്സോസ്റ്റഡ് ആവുന്ന സമയത്ത് ഐ ടേക്ക് തെറപ്പി. ഇപ്പോഴും ആൾക്കാർക്ക് ഈ തെറപ്പി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഭ്രാന്തൻ എന്നുള്ള ഒരു തീം അതൊന്നും മാറില്ല. അത് ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ പിള്ളേരും അത് അഡാപ്റ്റ് ചെയ്തു. അതായത് അവന് ഭ്രാന്താണെന്ന് പറയും. സി എവ്രി വൺ ഇസ് ഇൻസെയിൻ എന്നുള്ളൊരു തിയറിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് എവ്രി വൺ ഹാസ് ദാറ്റ് പോയിന്റ്. ലൈക്ക് നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മുടെ വട്ട് കാണിക്കും. ചില വട്ടുകൾ അടിപൊളിയാവും, മനസ്സിലായില്ലേ? ചിലരുടെ ഇൻസാനിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. ആ ഇൻസാനിറ്റി അവർ അതിൻ്റെ വേറൊരു എനർജിയിലോട്ട് പോകും. ഇറ്റ് ക്യാൻ ബി മ്യൂസിക്, ഇറ്റ് ക്യാൻ ബി ആർട്ട്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, മനസ്സിലായില്ലേ? ആ ഒരു സാധനമാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ നോർമൽ എന്ന് പറയുന്നത്, വാട്ട് ഈസ് നോർമൽ? ഡിഫൈൻ നോർമൽ, ദെൻ ഐ വിൽ ബി കൺവിൻസ്ഡ്. നിങ്ങൾ എന്താണ് നോർമൽ എന്ന് പറയുന്നത്? ഇത്രയും കോടി ജനങ്ങളിൽ എന്താണ് നോർമൽ എന്നുള്ള സാധനം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ നോക്കാം. അതിന് ഡെഫിനിഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴും സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് ഭ്രാന്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഡിപ്രഷൻ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ചിലന്മാർ മറ്റേ വെള്ളം അടിക്കാൻ പോകും, ചിലർ ട്രിപ്പ് അടിക്കാൻ പോകും, ചിലർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും. അതൊക്കെ വേണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ ബോഡി ഇഫ് ടു മെയിൻറ്റെയിൻ യുവർ സെൽഫ്. നമുക്ക് പഠിക്കാനായിട്ട് ട്രാവലിംഗ് ഇസ് ഗ്രേറ്റ്. പല കൾച്ചേഴ്സ്, ഞാൻ പറഞ്ഞു നമ്മളെ നാട്ടിൽ തന്നെ അല്ലാതെ പുറത്തൊക്കെ പോയാൽ ഭയങ്കര രസമാണ്. ഇറ്റ്സ് വെരി നൈസ്. ഐ ലവ് ട്രാവലിംഗ്. യാത്ര ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഫാസിനേറ്റ് ചെയ്ത ഒരു കൾച്ചർ ഏത് രാജ്യത്തെ കൾച്ചറാണ്? അയ്യോ, അത് ഞാൻ ഭയങ്കര ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് സിംഗപ്പൂർ, മലേഷ്യ, ഇപ്പോൾ ബാക്കു പോയി. അപ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നൊരു വേറൊരു സാധനങ്ങൾ. അവിടുത്തെ ആൾക്കാരുടെ ആർക്കിടെക്ചേഴ്സ്, അവിടുത്തെ ഫുഡ്, അതൊക്കെ ഭയങ്കര രസമാണ്. ഫോർഗീവ് ചെയ്യാം, പക്ഷേ ഫോർഗെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. നമ്മൾ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ വെന്റ് ത്രൂ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ലെസൺസ് എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആൻഡ് ഐ നെവർ ഫോർഗെറ്റ് വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ്. ലൈഫിൽ എന്തൊക്കെ കടന്നുപോയി എല്ലാം ഞാൻ എൻ്റെ മൈൻഡിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും മറ്റേ അരി വറുക്കുന്ന പോലെ എടുത്തിട്ട് വറുക്കാറൊന്നുമില്ല. ഇറ്റ്സ് ദെയർ ഇൻ വൺ പോയിന്റ്. നമ്മളൊരു സ്റ്റെപ്പ്, നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മൾ എന്തോ ആയി എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറയും ആ സിറ്റുവേഷൻ ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയും ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.
റിലേഷൻഷിപ്പും അതും ഇതൊന്നും ലൈഫിൽ ഇമ്പോർട്ടൻ്റേ അല്ല. അതായത് ഇഫ് യു ഗെറ്റ് സം വൺ ഹൂ ക്യാൻ സ്പെൻഡ് എൻ എൻറ്റയർ ലൈഫ് വിത്ത് യു, വെൽ ആൻഡ് ഗുഡ്, ബ്ലെസ്ഡ്. ആൾക്കാർ വരും പോവും. ദാറ്റ് വുഡ് ബി ഫ്രണ്ട്സ്, ദാറ്റ് വുഡ് ബി എനി വൺ, ഫാമിലി, എനി വൺ. So you don't believe in soulmates? നോ 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 നോ, അങ്ങനെ ഒരു സാധനമില്ല. അതൊക്കെ നമ്മൾ ചിന്തിച്ച് എന്താണ് സോൾമേറ്റ്. ഞാൻ പറയും എനിക്ക് ഡെഫിനിഷൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടമല്ല. എന്താണ് സോൾമേറ്റ്? എത്രയോ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പല ടൈപ്പ് ഓഫ് സോൾ ഉണ്ട്. എത്രയോ മനുഷ്യരുണ്ട്, അവരൊക്കെ പല ടൈപ്പ് ഓഫ് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ വി ഹാവ് ടു കോപ്പ് അപ്പ്. നമ്മുടെ സ്വഭാവം ആർക്കും മനസ്സിലാവും, ഇഷ്ടപ്പെടും. ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. എനിക്കിപ്പോൾ ഒരാളുണ്ട്, ഐ എം വെരി ഹാപ്പി വിത്ത് ഹെർ. ഇറ്റ്സ് ബിൻ 3 years. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, എന്നെ സഹിക്കുന്ന, എനിക്ക് അവളെ സഹിക്കാൻ പറ്റുന്നുണ്ട്. വി ആർ ഹാവിങ് ഫൺ. ഞാൻ പറയും ദർ ഇസ് നോ മാരേജിൻ്റെ അത് അങ്ങനത്തെ ഒന്നുമില്ല, അതൊന്നും ഇല്ലാത്ത. ലെറ്റ്സ് സീ ഹൗ തിങ്സ് ഗോസ് ഔട്ട്. ഇപ്പൊ ഈ കാലഘട്ടം മാറിയപ്പോൾ ഒരുപാട് റിലേഷൻഷിപ്പിന്റെ ഒരു നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ ഇല്ല, ഒരുപാട് സിറ്റുവേഷൻഷിപ്പ്, മറ്റേ ഷിപ്പ്, മറിച്ച് ഷിപ്പ്. സി അതൊക്കെ ഓരോ ആൾക്കാർ ഇഷ്ടമാണ്. ഐ ആം നോബഡി ടു ജഡ്ജ് ദാറ്റ് ഓർ ഗിവ് എ കമൻറ്റ് ഓൺ ഇറ്റ്. ആൾക്കാർക്ക് അതാണ് താല്പര്യം, ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വോണ്ട്, ഇറ്റ്സ് ദെയർ ലൈഫ്. പക്ഷേ എന്ത് പ്രശ്നം വന്നാലും പ്ലീസ് ഫേസ് ദ കോൺസിക്വൻസസ്. ദിസ് ഈസ് യുവർ ഡിസിഷൻ. നിങ്ങൾ ആ കോൺസിക്വൻസ് ഫേസ് ചെയ്യുക. അതിൽ നിന്ന് എസ്കേപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പക്ഷേ ഇപ്പം സൗഹൃദത്തിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് അത് എടുത്ത് പറയുന്നുണ്ട്. കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ലേ? അല്ല, അത് ഇത് പറയാമല്ലേ പറ്റുള്ളൂ. എൻഡ് ഓഫ് ദ ഡേ ഇത് ആൾക്കാരല്ലേ ഇത് ഏറ്റെടുക്കേണ്ടത്. ആരും ചെയ്യുന്നില്ല. ദെൻ വാട്ട് ഇസ് ദ യൂസ്? നമുക്ക് പറയാം, പറയരുത്. You can say things like political correctness and all those things, but we are still living in a world where these things doesn't matter. They don't care anything. ഞാൻ ഇപ്പം ചിലർ പറയും ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ളൊരു തോട്ടാണ്, പക്ഷേ എനിക്ക് എൻ്റെ ജീവിതം അതിന് ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്, ദാറ്റ് ഈസ് ദാറ്റ് ഡിഫറൻസ്. ഒരു വളരെ മോശമായിട്ടുള്ളൊരു ക്യാരക്ടർ മോശമായിട്ടുള്ളൊരു കാര്യം പറയും. അതാ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പോൾ അർജുൻ റെഡ്ഡി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ പെൺകുട്ടികൾക്ക് താല്പര്യമുള്ള, എനിക്കറിയാം, അവനെപ്പോലെ ഒരുത്തനെ കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ പറയാൻ മറ്റേ അടി അതൊക്കെ കുഴപ്പമൊന്നുമില്ല ഇന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദർ ആർ ഗേൾസ് ഹു ആർ ഓക്കെ വിത്ത് ദാറ്റ്. ഇപ്പോൾ യു എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ട്, അതായത് ക്രീപ്പി സ്റ്റോക്കർ പ്രോ മാക്സ്. അതിന് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ട്. 365 days എന്ന് പറയുന്ന സാധനം, സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ആളെ പിടിച്ചു കൊടുത്ത് ഒരു സ്ഥലത്ത് ഇട്ടിട്ട് എന്നെ പ്രേമിക്കാൻ പറയുന്ന സാധനം, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതിന് ആ ചെറുക്കന് ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട്. അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ? എവിടെയാണ് അത് പൊളിറ്റിക്കലി കറക്റ്റ്? അപ്പം അതാണ് പറഞ്ഞത്. ഇപ്പം ചിലവർ പറയും ഡോണ്ട് ഒബ്ജക്ടിഫൈ മൈ ബോഡി. നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഒബ്ജക്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എവിടെയാണ് ലൈക്ക് വേറെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പറയാം. അതാണ് പറയുന്നത്. എൻഡ് ഓഫ് ദ ഡേ എല്ലാം ഇതാണ് ഇങ്ങനെ ഒരു വളരെ മെസ്സി ആയിട്ടുള്ളൊരു സ്ഥലത്താണ് കിടക്കുന്നത്. നമുക്ക് ഒന്നിനെയും വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ഫ്രീഡം എന്താണെന്നോ, സെൽഫ് റെസ്പെക്ട് എന്താണെന്നോ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണെന്നോ, എല്ലാം ഒരു അവിയൽ പരിധി കിടക്കുക. നമ്മളപ്പോൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ as an individual, if you want to change your perspective, you unlearn. That is an individual choice. നമുക്കൊരു വലിയ ഒരു പബ്ലിക് ക്രൗഡിനെ ഒന്നും അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. റിലീജിയസ് ആണോ അതോ സ്പിരിച്വൽ ആണോ? I am nothing. സീരിയസ്ലി എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ പറയും ഞാൻ റിലീജിയസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളർന്ന സാഹചര്യവും അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ലേൺ ചെയ്തിട്ടുണ്ട്. ദർ ആർ ഗുഡ് തിങ്സ് ആൻഡ് ദർ ആർ തിങ്സ് വിച്ച് ഐ ഫീൽ ലൈക്ക് ഇത് മനുഷ്യരുണ്ടാക്കിയ സാധനമാണ്. റെസ്ട്രിക്ഷൻസ് I don't think if there is a supreme being or a god, I don't think he will restrict people from stuff. Exactly. മനസ്സിലായില്ലേ? അതായത് നല്ല റെസ്ട്രിക്ഷൻ, വെള്ളം അടിക്കരുത്, ഇറ്റ് ഈസ് എ ഹെൽത്ത് ഹസാർഡ്, സയൻറ്റിഫിക്കലി പ്രൂവൺ. ഡോണ്ട് ടേക്ക് ഡ്രഗ്സ്, ഒബ്വിയസ്ലി യു ഷുഡൻറ്റ്. ഈ മറ്റേ ഇങ്ങനെ നടക്കുക, അങ്ങനെ ഇരിക്കുക, പാട്ട് കേൾക്കാതിരിക്കുക,
എവിടെ ആര് എങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞേക്കണത് ഒരു മനുഷ്യന് ആ കഴിവ് കൊടുത്ത് ദൈവമാണെന്ന് പറയാം. അന്നേരം പറയും പാട്ട് കേൾക്കാൻ പാടില്ല. ഒരാൾ പടം വരയ്ക്കുന്നു, ഇന്ന പടമേ വരയ്ക്കാവൂ. വാട്ട് ലോജിക് ഇസ് ദാറ്റ്? ഇന്ന സിനിമ എടുക്കാവൂ, അങ്ങനെ ഇല്ല. ദാറ്റ് ഈസ് ദെയർ തിങ്. എനിക്ക് ആ ഒരു ഇതുണ്ട്. ഈ കോമെന്റ്സ് എല്ലാം നോക്കാറുണ്ടോ? എൻ്റെ കോൾ മീ ഷസാമിൽ വരുന്നത് ഞാൻ വായിക്കാറുണ്ട്. ലൈഫ് ഓഫ് ഷസാം ഞാൻ ഒന്നും വായിക്കാറില്ല. ഞാൻ ഇട്ടിട്ട് ഒറ്റ ഓട്ടം ഓടും. ബിക്കോസ് ഐ നോ ആ ഒരു ലൈഫ് ഓഫ് ഷസാം എന്ന് പറയുന്ന ആ ഒരു മൂവി ഒപ്പീനിയൻ ചാനലിൽ എന്തിട്ടാലും പുറത്തെറിയാണ്. ഞാൻ ഐ ഡോണ്ട് വോണ്ട് ടു റൂയിൻ മൈ മെൻ്റൽ ഹെൽത്ത്. അതൊക്കെ വായിച്ച് അവന്മാരൊക്കെ ആയിട്ട് അടികൂടി എന്തിന് മറ്റെവിടെ ചെയ്യും. കോൾ മീ ഷസാം വൈൻസിൻ്റെ മിക്ക കോമൻസും വായിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പേർക്ക് 15,000 വരെ ഫോൺ വേണം മറ്റേതൊക്കെ പറയുന്ന സാധനങ്ങൾ എടുത്തിട്ട് നോക്കാം. ഷസാമിനെ ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു മെൻ്റൽ എന്താ പറയുക, ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇറ്റ് ഡിപ്പെൻസ്. ലൈഫ് ഓഫ് ഷസാം ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം. ദർ ഇസ് എ മിക്സ്ഡ് ക്രൗഡ് ആൻഡ് ഐ വോണ്ട് അതിന് ഞാൻ ഒരിക്കലും കംപ്ലൈൻറ്റ് പറയില്ല. ബിക്കോസ് ഞാൻ പറയും ഇറ്റ് ഡിഫർ ഫ്രം പീപ്പിൾ. ദർ ആർ വെരി ഹാർഡ് കോർ, അവരെന്ത് ചെയ്താലും അതാണ് സംഭവം എന്ന് പറഞ്ഞ് നടക്കണം. ഞാൻ പറയും അങ്ങനെ ഒരിക്കലും നടക്കരുത്. യു ഷുഡ് ബിൽഡ് യുവർ ഓൺ പേഴ്സണാലിറ്റി. ഇപ്പം മമ്മൂക്ക ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ ലാലേട്ടൻ ഫാനാണെന്ന് പറയും. ബിക്കോസ് പുള്ളി ഞാൻ വളർന്ന സാഹചര്യത്തിൽ തന്ന സിനിമകൾ ഇറ്റ്സ് സൂപ്പർ. ഞാൻ പറയും ഇപ്പം പക്ഷെ ഞാൻ പറയും മമ്മൂക്ക ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ അവിടെ അത് കോൺഫ്ലിക്റ്റ് ആവും. ഞാൻ സോ ഐ ഡോണ്ട് ബിലോങ് ഇൻ എനി ഫാക്ടർ. ഐ ലൈക്ക് വാട്ട് ദേ ഗിവ്സ് അസ്. അവർ നല്ല പടം തന്നെ അത് സൂപ്പർ. അത് അവരൊരു മോശം തന്നു കഴിഞ്ഞാൽ ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. അത്രേ ഉള്ളൂ. ഈ ഫിലിമിന്റെ പറഞ്ഞപ്പോൾ ഈ ഫിലിം റിവ്യൂ അത് വളരെ ഭയങ്കര ചൂടേറിയ ചർച്ചയാണ് എപ്പോഴും, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അപ്പൊ അതില് മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ മാത്രമാണ്. മൈ ഒപ്പീനിയൻ ഭയങ്കര സേഫ് ആയിട്ട് ഭയങ്കര ഇന്റലക്ച്വൽ മൂവ് ആയിരുന്നില്ല? അത് വളരെ ഇന്റലക്ച്വൽ മൂവ് ആയിരുന്നു. നമ്മള് ഒരു അല്ല അത് അല്ലേ ഒപ്പീനിയൻ തന്നെയല്ലേ. ആരാണ് റിവ്യൂവർ? ഇപ്പോൾ ചിലവർ പറയും നീ സിനിമ കണ്ടിട്ടുണ്ടോ, സിനിമയുടെ ABCD ABCD ഇറങ്ങുന്നത് ചെയ്തോട്ടെ, എനിക്കെന്നാ വേണ്ട. ബിക്കോസ് ഞാൻ അത്യാവശ്യം ഞാനൊരു 2-3 പടങ്ങൾ അസിസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. എനിക്കറിയാം അവിടെ എന്തിനാണ് നടക്കണതെന്ന്. അപ്പോൾ ഉണ്ട് ഒരു സിനിമ പരിപാടി എങ്ങനെയാണെന്നും എന്തൊക്കെയാണെന്നും ആ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നും അവർ പോകുന്ന ഈ കഷ്ടപ്പെട്ട ഒരുത്തനാണ് ഞാനും. അത് പറഞ്ഞ് എനിക്ക് തന്നെ റൈറ്റ് ഉണ്ടെന്നല്ല, പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാശ് കൊടുത്ത് കണ്ട പടം എങ്ങനെയുണ്ടെന്ന് പറയാനുള്ളൊരു ഫ്രീഡം എനിക്കുണ്ടെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ആൻഡ് ഐ എം ഡൂയിങ് ദാറ്റ്. ആൻഡ് അഗെയിൻ പേഴ്സണലായിട്ട് ആരെയും ഞാൻ അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ചെയ്യാറുമില്ല. ആൻഡ് ഐ എം ഡൂയിങ് വാട്ട് എവർ ഐ ഫീൽ ലൈക്ക്. ചില പടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുത്തിയാൽ ഒരു ഹ്യൂജ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ഡസൻ ഹാവ് ദ സെയിം ഒപ്പീനിയൻ വിച്ച് ഐ ഹാഡ്. ഐ റെസ്പെക്ട് ദാറ്റ്. ട്രൈ റെസ്പെക്ട് മൈ. അത്രേ ഉള്ളൂ. സിമ്പിൾ. അപ്പോൾ ഇങ്ങനെ ഒരു നോർമൽ ഒരു ഓഡിയൻ എന്ന നിലയിലാണോ അതല്ലെങ്കിൽ നോർമൽ ഒരു ഓഡിയൻ എന്നുള്ള രീതിയിലാണ്? അല്ല എനിക്ക് ഞാൻ വേണമെങ്കിൽ നമുക്ക് ടെക്നിക്കൽ പോകണം ഇത് പോകണം അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ആ പടം കണ്ടു കട്ട സൂപ്പറാണ് അടിപൊളിയെന്ന് ഞാൻ പറയാം. അതത്രേ ഉള്ളൂ. അതല്ലാതെ അവിടെ ഞാൻ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. ദാറ്റ് ഈസ് വൈ മൈ ഒപ്പീനിയൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാണ്? ടോം ഹാങ്ക്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഐ ലവ് ടോം ഹാങ്ക്സ്. അദ്ദേഹത്തിന്റെ ഏത് സിനിമയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്? അയ്യോ ഞാൻ എല്ലാവരും കാസ്റ്റവേ, ഫോറസ്റ്റ് ഗംപ്, ടെർമിനൽ എനിക്ക് ഞാനൊരു 20 പ്രാവശ്യം ഒന്നും കണ്ടു. എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ പടം, പക്ഷേ ഐ ലവ് ദാറ്റ് മൂവി. എൻ്റെ ഒരു ഫേവററ്റ് ആക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹിം. എൻ്റെ പക്ഷേ ഞാൻ പറയൂ നമുക്കൊരു സെറ്റ് ഓഫ് ഒരുപാട് നല്ല, പക്ഷേ എവിടെ ഒരു എക്സ്ട്രാ ഇഷ്ടം പുള്ളിക്ക് ഞാൻ കൊടുക്കാറുണ്ട്. മൂവി റിവ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ്? ഇപ്പം ഉണ്ണി വ്ളോഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ കോക്ക് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പം ഇവരൊക്കെ ആയിട്ടുള്ള ഒരു എങ്ങനെയാണ് ബന്ധം, സൗഹൃദമുണ്ടോ ഇവരൊക്കെ ആയിട്ട്? സംസാരിക്കാറുണ്ട്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സിനിമ റിവ്യൂ അങ്ങനെയല്ല, ഒരു സിനിമ ചർച്ചയുണ്ടോ? ഞാൻ ഉണ്ണിയായിട്ട് സംസാരിക്കാറുണ്ട്. ഐ ലൈക്ക് ടു ടോക്ക് ടു ഹിം റിഗാർഡിങ് മൂവീസ്. ഇപ്പോൾ ചില സാധനങ്ങളൊക്കെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കും, ഇന്ന പടങ്ങൾ അങ്ങനത്തെ അതിൻ്റെ ട്രെയിലർ അങ്ങനെ ഡിസ്കഷൻ ഉണ്ട്. കോക്ക് ഞാൻ പറഞ്ഞില്ലേ, കോക്കൊരു എന്താ പറയുക, കോക്കിനെ കിട്ടാറില്ല. ഇറ്റ്സ് എ വെരി ബിസി പേഴ്സൺ. പിന്നെ ഞാൻ പറയാ ഉണ്ണി എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഒരു അതേപോലെ നമ്മൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബ് ഉണ്ട്.
അപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടൊരു റിവ്യൂ ചാനലുണ്ട്, സുധീഷ് ഏട്ടൻ, മൺസൂൺ മീഡിയ. ഇതിലൊക്കെ ആയിട്ട് ഞാൻ നമ്മൾ എല്ലാ ദിവസവും ഇൻ ടച്ച് ആണെന്ന് പറഞ്ഞാൽ അല്ല, ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും, അങ്ങനെയുണ്ട്.